ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ പരം സുന്ദരി എന്ന സിനിമ റിലീസായപ്പോൾ ഞാനടക്കം വരുന്ന നല്ലൊരു വിഭാഗം മലയാളികൾ ആ സിനിമയിൽ മലയാള ഭാഷയെയും കേരള സംസ്കാരത്തെയും കാണിച്ചിട്ടുള്ള രീതിയിൽ അമർഷം പ്രകടിപ്പിച്ച ആളുകളാണ്. നമ്മുടെ മലയാള സിനിമകൾ സമീപകാലത്തൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെയോ അവരുടെ സംസ്കാരങ്ങളെയോ വികലമായിട്ട് ചിത്രീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പരം സുന്ദരിയെ നമ്മൾ വിമർശിച്ചത്. എന്നാൽ സെപ്റ്റംബറൊക്കെ കഴിഞ്ഞ് ഡിസംബർ ആയപ്പോഴേക്കും മലയാള സിനിമയിൽ നിന്ന് പരം സുന്ദരിക്ക് എതിരെ പറഞ്ഞ ന്യായീകരണങ്ങളെയൊക്കെ തല്ലിക്കെടുത്താൻ പാകത്തിന് ഒരു പടം വന്നിരിക്കുകയാണ്, ഖജുരാഹോ ഡ്രീംസ്. വാർ ആൻഡ് ലവ്, ദാദാ സാഹിബ് കാലഘട്ടത്തിലെ വിനയം പടങ്ങളിലെ അന്യസംസ്ഥാന ആളുകളെ ഓർമ്മിപ്പിക്കുന്ന തരം അൺഇന്റൻഷണൽ ട്രിബ്യൂട്ട് ആയിട്ടാണ് ഈ പടം തോന്നിയത്. 2023 മെയ് മാസത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന പടം 2 വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ അവസാനം ഇറങ്ങിയിരിക്കുന്നത്. 2 കൊല്ലം മുന്നേ ഇറക്കിയാലും അന്നത്തെ ഓഡിയൻസും നിർദ്ദയം തള്ളിക്കളയുന്ന തരം ട്രാവൽ മൂവിയാണ് ഖജുരാഹോ ഡ്രീംസ്. ഗൗതം, ജോബ്, ഇഷാൻ, സൂര്യ, ലോല ഇങ്ങനെ 5 സുഹൃത്തുക്കളെ ചുറ്റിപ്പറ്റിയാണ് കഥ. അവർ ഇടയ്ക്കൊക്കെ ജോബിന്റെ കഫേയിൽ കൂടും. അങ്ങനെ ഒരു തവണ ഇവർ കൂടിയപ്പോൾ കൂട്ടത്തിലെ സഞ്ചാരപ്രേമിയായിട്ടുള്ള സൂര്യ താൻ ഖജുരാഹോയിൽ പോയപ്പോൾ കണ്ട കാര്യങ്ങളും അവിടുത്തെ ചില ആചാരങ്ങളും ഒക്കെ ഇവരോട് പറയും. അത് കേട്ട് ആവേശം മൂത്ത് ഈ 5 അംഗ സംഘം ബൈക്കും എടുത്ത് ഖജുരാഹോയ്ക്ക് വെച്ച് പിടിക്കുകയാണ്. അവിടെ വെച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ജോഷിയുടെ സലാം കാശ്മീർ, വൈശാഖിന്റെ കസിൻസ്, കണ്ണൻ താമരക്കുളത്തിന്റെ അച്ചായൻസ് ഇതെല്ലാം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ സേതു. ഈ പടം കാണുമ്പോൾ ഞാൻ മേലെ പറഞ്ഞ സിനിമകളൊക്കെ ഗംഭീരമാണെന്നൊരു അഭിപ്രായം അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് എന്ന് തോന്നുന്നു. ലോല എന്ന കഥാപാത്രം വ്ളോഗ് ചെയ്യുന്നത് പുള്ളി എഴുതി വെച്ചിട്ടുള്ളത് കണ്ടാൽ തന്നെ സലാം കാശ്മീരിൽ മിലിറ്ററി ഇന്റലിജൻസ് കാണിച്ച അതേ നിലവാരത്തിലാണെന്ന് മനസ്സിലാവും. ഒരാവശ്യവുമില്ലാതെ ഈ കൂട്ടുകാർ ഒരു ഢാബയിൽ ചെന്നിട്ട് കള്ളു കുടിച്ച് ചിരിക്കുന്ന സീനുണ്ട്. ഒരു പഞ്ചാബിയെയും എനിക്ക് തോന്നുന്നത് കന്നഡികയായിട്ടുള്ള വ്യക്തിയെയും ആ സീനിൽ കാരിക്കേച്ചർ ആക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം കണ്ടപ്പോൾ കസിൻസ് എന്ന സിനിമയിലെ അരോചകമായ കോമഡികളൊക്കെയാണ് ഓർമ്മ വന്നത്. പിന്നെ പെട്ടെന്ന് ഓരോരോ വെള്ളമടി പ്ലാനൊക്കെ ഇട്ട് പണി ഇരന്ന് വാങ്ങുന്ന സ്വഭാവം ഇതിന്റെ 2ാം പകുതിയിൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ അച്ചായൻസിലെ ദാരുണമായ പല കോമഡികളും ഓർമ്മ വന്നു. മെയ്ഡ് ഇൻ കേരളയായിട്ട് ജിന്ദഗീന മിലേഗി ദുബാര ഉണ്ടാക്കാനാണ് ആഗ്രഹം. പക്ഷേ ക്രിയേറ്റീവായിട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള 3 പടങ്ങളിലെ കാര്യങ്ങൾ വീണ്ടും എടുത്ത് തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെച്ച പടമാണ് ഖജുരാഹോ ഡ്രീംസ്. തന്നെ ഏൽപ്പിച്ച കഥാപാത്രത്തിന്റെ മണ്ടത്തരങ്ങൾ ഒരു പൊട്ട ചിരി കൊണ്ട് അവതരിപ്പിക്കാനാണ് അർജുൻ അശോകൻ ശ്രമിക്കുന്നത്. എല്ലാ സീനിലും മിനിമം 3 പേരെങ്കിലും ഉണ്ടാകുന്നത് കൊണ്ട് പലപ്പോഴും ഫ്രെയിം നിറയ്ക്കാൻ അവിടെ നിൽക്കേണ്ട കാര്യമേ അർജുനുള്ളൂ. ബുള്ളറ്റ് ഓടിക്കുന്ന ബോൾഡ് പെൺകുട്ടി എന്ന സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രമാണ് അദിതി രവി ചെയ്യുന്നത്. ശ്രീനാഥ് ബാസിയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന യാതൊരു കൂസലുമില്ലാത്ത ഫൺ ഡൂഡ് ക്യാരക്ടറാണ് ബാസിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഷറഫുദ്ദീനും ബാസിയും ഡബ്ബിംഗ് ബൂത്തിൽ ഒരുപാട് കൗണ്ടർ ഡയലോഗുകൾ ഇട്ടുകൊണ്ട് സിനിമയെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും മോശം പെർഫോമൻസ് തന്നിരിക്കുന്നത് ധ്രുവനാണെന്ന് നിസ്സംശയം പറയാം. മഹാമോശം എഴുത്തിന്റെ കൂടെ ധ്രുവന്റെ പെർഫോമൻസ് കൂടെ ആകുമ്പോൾ ആ കഥാപാത്രം ഒരു ഒന്നാന്തരം ക്രീപ്പ് ആകുന്നുണ്ട്. സ്ഫുടമായിട്ട് മലയാളം സംസാരിക്കുന്നത് കൊണ്ടും ശബ്ദത്തിന് ബേസ് ഉള്ളത് കൊണ്ടും ചന്തുനാഥിന്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആയിരുന്നു അയാളുടെ ഡയലോഗ് ഡെലിവറി. ആ മനുഷ്യനെ ഹാഫ് മലയാളിയാക്കിയാണ് ഈ സിനിമ കാണിക്കുന്നത്. പടത്തിൽ ബാസിയുടെ കഥാപാത്രം പറയുന്നത് പോലെ അയാളുടെ മലയാളം കേട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരം സുന്ദരിക്ക് പണി കൊടുക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ പടത്തിലെ രഞ്ജി പണിക്കർ രാജ് അർജുനാണ്. കുറച്ചെങ്കിലും കഥാപാത്രത്തിന് കഥാപശ്ചാത്തലവുമായിട്ട് ബന്ധം തോന്നുന്നത് പുള്ളി ഡയലോഗ് പറയുമ്പോഴാണ്. ബാക്കിയെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ച് മലയാളികളെ കൊണ്ട് ഹിന്ദിയിൽ ഡബ്ബ് ചെയ്യിപ്പിച്ചതുപോലെയാണ്. വളരെ ഡള്ളായിട്ടുള്ള ഫ്രെയിമുകളാണ് ഈ സിനിമയ്ക്കുള്ളത്. ആദ്യത്തെ സീൻ തൊട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാത്ത ഒരു നിമിഷം പോലും ഈ പടത്തിലില്ല. നമുക്ക് കിട്ടാത്ത അവർ ഉദ്ദേശിച്ച കോമഡിയും സെന്റിമെന്റ്സും ഒക്കെ സ്പൂൺ ഫീഡ് ചെയ്ത് തരാൻ പശ്ചാത്തല സംഗീതം ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ നിലവാരം നോക്കുമ്പോൾ ഗോപി സുന്ദറിന് പറഞ്ഞ പൈസ കൊടുത്തിട്ടില്ലേ എന്ന് തോന്നിപ്പോകും. വിനീത് ശ്രീനിവാസൻ പാടിയ ഒരു പാട്ടൊഴികെ ബാക്കി ഈ പടത്തിൽ വന്നിട്ടുള്ള പാട്ടുകളെല്ലാം ശരാശരിയിലും താഴെ പോകുന്നതാണ്. റണ്ണിംഗ് ടൈം കൂട്ടാൻ വേണ്ടി ചുമ്മാ സീനുകൾ എഴുതി കയറ്റുന്ന തിരക്കഥ തന്നെയാണ് മനോജ് വാസുദേവ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ അടിസ്ഥാന പ്രശ്നം. ഞാൻ ആദ്യം പറഞ്ഞ ഈ സിനിമയിൽ ആവശ്യമില്ലാതെ വരുന്ന ഡാബ സീൻ പോലെ തന്നെ വേറൊരു സീനാണ് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയവരെ നമ്മുടെ സംഘം രക്ഷിക്കുന്നത്. കഥയുമായിട്ടോ കഥാഗതിയുമായിട്ടോ ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്ന ഒരു സീനാണത്. ഇതിലേറ്റവും കോമഡി വില്ലൻ ട്രാക്കാണ്. തുടക്കത്തിൽ കാണിക്കുമ്പോൾ തന്നെ ഇത് എന്തിനുള്ള പോക്കാണെന്ന് ഏത് വോട്ടനും മനസ്സിലാകുന്ന ട്രാക്കാണത്. ആ വേഷം ചെയ്തിട്ടുള്ള വ്യക്തിയേക്കാൾ എക്സ്പ്രഷൻ ഈ വീഡിയോയിൽ എൻ്റെ മുഖത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കളങ്കാവലിന് ടിക്കറ്റ് കിട്ടാതെ ഈ സിനിമയ്ക്ക് കയറിയ ഒരു വിഭാഗം പ്രേക്ഷകർ ഈ സിനിമയിലെ ചില കൗണ്ടർ ഡയലോഗുകൾക്ക് ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു വിഭാഗം സംവിധായകരെ എഴുത്തുകാരും ഇത്തരത്തിൽ കിട്ടുന്ന ചിരികളെ അവരുടെ കഴിവായിട്ടാണ് കാണുന്നത് എന്നാണ്. ഈ സിനിമയുടെ എഴുത്തുകാരനായിട്ടുള്ള സേതു ഇതിനു മുന്നേ എഴുതിയിട്ടുള്ള സിനിമകൾ മാത്രമേ മലയാളികൾ കണ്ടിട്ടുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ വെച്ചുണ്ടാക്കി വെച്ചിട്ടുള്ള സിനിമാറ്റിക് ട്രാജഡിയാണ് ഖജുരാഹോ ഡ്രീംസ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്